ഇദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്ന പ്രേതമാണോ ഒറിജിനൽ ആളാണോ എന്ന് എനിക്ക് തന്നെ ഇപ്പം പരിശോധിക്കേണ്ടതായിട്ട് വരും. മരിച്ചു വന്ന് ദേശാഭിമാനി പത്രത്തിൽ വാർത്ത വരികയായിരുന്നു. കോട്ടയം കുമാരനല്ലൂർ മേഖലയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഇയാൾ സുബി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇയാൾ ആളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കൂടിയാണ്. അതെ, ആളെ ഐഡന്റിഫൈ ചെയ്യുന്നതിനോടെ ഞങ്ങൾ പോയാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആൾ മാറി വന്നിട്ട് കാര്യമില്ലല്ലോ. നമസ്കാരം. മുക്കുപണ്ടം പണയം വെച്ച കേസിൽപ്പെട്ടയാൾ മരിച്ചുവെന്ന വാർത്ത. ഒടുവിൽ മരിച്ചുവെന്ന് കരുതിയയാളെ പോലീസ് കൊടൈക്കനാലിൽ നിന്നും പിടികൂടി. കോട്ടയം ചൈതന്യ ഫിനാൻസിന്റെ ഉടമയും ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷന്റെ ജില്ലാ ട്രഷറർ കൂടിയായ ആൽവിൻ ജോസാണ് പരാതി നൽകിയത്. ഒരു വർഷം മുൻപ് ഇദ്ദേഹത്തിന്റെ കോട്ടയം കുമാരനല്ലൂർ പ്രവർത്തിക്കുന്ന ശാഖയിലാണ് മുക്കുപണ്ടം പണയം വെച്ച് 4.5 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ചെങ്ങന്നൂർ സ്വദേശിയായ സജീവൻ എന്നയാളാണ് പണം തട്ടിയെടുത്തത്. പിന്നീട് ഇയാൾ മരിച്ചുവെന്ന് ദേശാഭിമാനി പത്രത്തിൽ വാർത്ത വരികയായിരുന്നു. കോട്ടയം കുമാരനല്ലൂർ മേഖലയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഇയാൾ സുബി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇയാൾ ഇവിടെ CPMന്റെ പ്രവർത്തകനൊക്കെ ആയിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഏതായാലും മരിച്ചുവെന്ന വാർത്ത ഇയാൾ തന്നെ സൃഷ്ടിക്കുകയായിരുന്നു. ആൽവിൻ ജോസ് നിരന്തരമായി പോലീസിൽ സമ്മർദ്ദം ചെലുത്തുകയും പരാതി നൽകുകയും ചെയ്തതിനെ തുടർന്നാണ് ഇയാളെ ഇപ്പോൾ കൊടൈക്കനാലിൽ നിന്നും പോലീസ് പിടികൂടിയിരിക്കുന്നത്. കോട്ടയം ഗാന്ധിനഗർ പോലീസാണ് പ്രതിയെ പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ച് പിന്നെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആൽവിൻ ജോസ് നമുക്കൊപ്പമുണ്ട്. അദ്ദേഹം കൂടിയാണ് കൊടൈക്കനാലിൽ നിന്ന് ഈ പ്രതിയെ തിരിച്ചറിയുന്നത്. നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം എന്താണ് ഈ സംഭവത്തിന് പിന്നിലെ കഥ, മരണവാർത്ത എന്ന് നമുക്ക് അദ്ദേഹത്തിനോട് കൂടി ചോദിക്കാം. ഇയാള് ജീവിച്ചിരിപ്പുണ്ടെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത്? എൻ്റെ ലോക്കലിലുള്ള അന്വേഷണത്തിൽ നിന്നും പോസ്റ്റ് ഓഫീസിൽ എഴുത്ത് രജിസ്റ്റേർഡ് ലെറ്റർ അയക്കുകയും മറ്റ് ഓർഡിനറി ലെറ്റർ അയച്ചൊക്കെ മടങ്ങി വരികയും അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് പോസ്റ്റ്മാൻ്റെ അടുത്തും മറ്റ് സമൂഹത്തിൽ എനിക്കിവിടെ ലോക്കലിൽ അറിയുന്ന മറ്റാൾക്കാരോടൊക്കെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവരിൽ നിന്നൊക്കെ ദുരൂഹമായ രീതിയിലുള്ള ഒരു സംശയകരമായ രീതിയിലാണ് എനിക്ക് അവരിൽ നിന്നൊക്കെ മറുപടി കിട്ടിയത്. പോസ്റ്റ് ഓഫീസിൽ നിന്ന് അങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്ക് പോസ്റ്റ്മാൻ പറഞ്ഞായിരുന്നു രജിസ്റ്റേർഡ് ലെറ്റർ വന്നായിരുന്നു, ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വൈഫ് ഇവിടെ വന്നിട്ട് മരിച്ചുപോയി എന്നും പറഞ്ഞുകൊണ്ട് ആ ലെറ്റർ കൈപ്പറ്റാൻ നോക്കി. അപ്പോഴൊക്കെ ഒരു പന്തികേട് തോന്നി അവർക്ക്. അതുകൊണ്ട് അങ്ങനെ ഒരു മൊഴി എനിക്ക് കിട്ടി. രണ്ടാമത് എന്തോ ഒരു ലെറ്റർ വന്നപ്പോഴത്തേക്ക് അത് എപ്പോഴോ ഒരു കോൺടാക്ട്സിൽ അത് തിരിച്ച് ചെന്നൈയിലേക്ക് തന്നെ അയച്ചേരെന്ന് പറയുകയും അത് ഫിലിം സിറ്റിയിലേക്ക് അങ്ങനെ കണ്ട് മടക്കി അയക്കുകയും അത് തിരിച്ച് അവിടെ അത് തിരികെ കൈപ്പറ്റുകയും ചെയ്തതായിട്ട് അങ്ങനെ ഒന്ന് കേട്ടു. പിന്നെ മറ്റ് ഇവിടങ്ങളിൽ ഇങ്ങനെ ഒരു മുക്കോണ്ടം വന്ന സ്ഥിതിക്ക് അത് തിരിച്ചറിയാൻ കഴിഞ്ഞത് തന്നെ ഏകദേശം 5-8 മാസം കഴിഞ്ഞപ്പോഴാണ്. അത് കഴിഞ്ഞ് ഇവിടെ ലോക്കലിലുള്ള എൻ്റെ ബന്ധങ്ങൾ വെച്ച് ഞാനിവിടെ സമൂഹത്തിൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഈ കക്ഷി ഇവിടെ ഇല്ല, മരിച്ചു പോയതായിട്ടാണ് മറ്റെല്ലാവരും പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്കിവിടെ തന്നിരിക്കുന്ന ID കാർഡിലെ ഒറിജിനൽ പേര് സജീവ് MR എന്നാണ്, മായാലിൽ. അതിവിടുത്തെ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിലെ ശരിക്കുള്ള വീട്ടുപേര് ചെങ്ങന്നൂരാണ് വീട്. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളൊക്കെ അവിടെയാണ് താമസിക്കുന്നത്. ഇവിടെ ഭാര്യ വീട് എന്നുള്ള നിലയ്ക്കാണ് കുമാരനല്ലൂർ എത്തിയത്. അപ്പം മായാലിൽ എന്ന് പറയുന്ന അവരുടെ വീടാണോ ഭാര്യ വീടാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ഇവിടെ അറിയപ്പെടുന്നത് സജീവ് എന്ന് പറഞ്ഞാൽ ലോക്കലിൽ ആർക്കും അറിയത്തില്ല. ഇവിടുത്തെ പേര് മറ്റേ എന്തായിരുന്നു, സുബി എന്നാണ് അറിയപ്പെടുന്നത്. സുബി എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ, ആ പേര് എനിക്കൊട്ട് അറിയത്തുമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ പറ്റി പെട്ടെന്ന് എനിക്ക് ആദ്യം കണ്ടെടുക്കാനായിട്ട് അല്പം താമസം ഉണ്ടായത്. പിന്നീട് അന്വേഷിച്ചപ്പോഴത്തേക്ക് എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി സുബി എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. ഇദ്ദേഹം ഒരു എൻ്റെ ഓഫീസിൽ പല കാര്യങ്ങൾക്കൊക്കെ മറ്റേ ഇതിനൊക്കെ സമൂഹത്തിലെ മറ്റാൾക്കാരുമൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടുള്ളതാണ്. അല്ല, എനിക്ക് കസ്റ്റമറായിട്ടും ഇതിനു മുമ്പ് വന്നിട്ടുള്ളതാണ്. നേരിട്ട് തന്നെ പേഴ്സണൽ അറിയാൻ മാത്രമുള്ള വാർത്ത കണ്ടിരുന്നു, മരിച്ചു എന്നുള്ളൊരു വാർത്ത കണ്ടിരുന്നു. വാർത്ത ഇങ്ങനെ ഞാൻ ഇങ്ങനെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അന്വേഷിച്ച് ചെന്നപ്പോഴത്തേക്ക് മരിച്ചു എന്ന് കേട്ട് ഇങ്ങനെ വന്ന് ഒത്തിരി അന്വേഷിച്ചപ്പോൾ ഒരിടത്തുനിന്ന് എനിക്കൊരു തെളിവ് കിട്ടി ഇങ്ങനെ മരിച്ചതായിട്ട്. എല്ലാവരും ഇങ്ങനെ മരിച്ചെന്ന് പറയുന്നെങ്കിലും സ്പഷ്ടമായ തെളിവില്ല. ആരും മരിച്ചടക്കം കൂടിയിട്ടില്ല. എവിടെ മരിച്ചു എന്ന് ചോദിക്കും, ചെന്നൈയിൽ എവിടെയോ മരിച്ചു, അതുകൊണ്ട് അടക്കാരും കൂടിയിട്ടില്ല. അതുകൊണ്ട് അറിയില്ലാത്ത രീതിയിലാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മൊഴിയും മരിച്ചെന്നാണ് വീട്ടുകാരും എല്ലാവരും പറയുന്നത്, മരിച്ചെന്നാണ്. അവരൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അയൽവക്കക്കാരൻ വഴി എനിക്ക് ലഭിച്ച വിവരം അങ്ങനെയാണ്. ലാസ്റ്റ് ഇത് ഒരു രീതിയിൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് വാട്സപ്പ് വഴി ഷെയർ ചെയ്ത് പലരും ഈ വാർത്ത കാണുകയാണ് ഉണ്ടായത്. ഇന്ന പോലെ ദേശാഭിമാനിയിൽ വന്ന ഒരു ദിവസം വാർത്തയാണ്, ഇദ്ദേഹം ഇന്ന ദിവസം ചെന്നൈയിൽ വെച്ച് മരിച്ചെന്നും വ്യാഴാഴ്ച 3 മണിക്ക് അടയാറിൽ മൃതദേഹം സംസ്കരിക്കുന്നതാണെന്ന് പറഞ്ഞുള്ള ഒരു വാർത്ത ദേശാഭിമാനിയിൽ വന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പത്രം ഞാൻ നേരിട്ട് കണ്ടില്ലെങ്കിലും അങ്ങനെ തന്നെയാണ് അതെനിക്ക് ഏകദേശം സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. വാട്സപ്പ് വഴി ഷെയർ ചെയ്ത്
വാർത്ത പലരും തന്നെ നാട്ടിൽ കാണുകയും ചെയ്തിട്ടുണ്ട്. എത്ര വർഷം മുന്നെയാണ് ഇയാൾ ഇവിടെ കൊണ്ട് പണയം വെച്ചത്? ഏകദേശം 2 വർഷത്തോളം മുമ്പാണ് വെച്ചത്. 1 വർഷത്തോളം മുമ്പ് ഏകദേശം 8-10 മാസം ആയപ്പോഴാണ് നമുക്കിതൊരു മുക്കുകൊണ്ടാണെന്ന് മനസ്സിലായത്. കാരണം 3-4 പണയനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇദ്ദേഹം മറ്റ് മുത്തൂറ്റും മണപ്പുറത്തും ഒക്കെ പണയം വെച്ചതായിട്ടാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. മണപ്പുറത്ത് പണയം വെച്ചെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. മുത്തൂറ്റ് പണയം വെച്ചെന്ന് മുത്തൂറ്റിലെ സ്റ്റാഫ് ഇവിടെ വന്ന് ഇവനെ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയും കയറി അന്വേഷിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി. അപ്പം ഞങ്ങളിത് മനസ്സിലാക്കിയതിന് ശേഷമാണ് മുത്തൂറ്റിലെ സ്റ്റാഫ് ഇവിടെ വന്ന് അങ്ങനെ അതോടുകൂടി ആ മുത്തൂറ്റ് സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർക്കും ഏകദേശം 1,65,000 രൂപയുടെ മുക്കുകൊണ്ട് ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ 4,39,000 രൂപയുടെ പണയനാണ് 4 പാക്കറ്റുകളായിട്ട് 2 ഓഫീസിലായിട്ട് ഇരിക്കുന്നത്. നമുക്കത് ചെക്ക് ചെയ്യാൻ മനസ്സിലാകത്തില്ലായിരുന്നു. നോർമലി സ്വർണം വരുമ്പം സ്വർണം പരിശോധിക്കാനുള്ള പ്രൊസീജിയറൊക്കെ ഉണ്ട്. ഞങ്ങളും സ്റ്റാഫും എല്ലാം അതിനെപ്പറ്റി വളരെ അവെയറാണ്. പക്ഷേ ഇത് ആളെ പറ്റിക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ഉണ്ടാക്കി വിടുന്ന 9 months സീലും വെച്ച് അല്പം സ്വർണ്ണമൊക്കെ ചേർത്ത് പെട്ടെന്നുള്ള പരിശോധനയിൽ മനസ്സിലാകാത്ത രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ്. പിന്നെ അറിയുന്ന ഒരാളാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പരിശോധനയും ചില സമയത്തൊരു കുറവ് വരുമല്ലോ. ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു ഫിനാൻസുകാരനെ സംബന്ധിച്ചിടത്തോളം ഇത് ആഭരണത്തിന് ഡാമേജ് ആകാതെയുള്ള പരിശോധനയെ പറ്റത്തുള്ളൂ. മുറിച്ച് നോക്കുകയോ ഒടിച്ച് നോക്കുകയോ ഒന്നും നമുക്ക് പറ്റില്ലാത്തതുകൊണ്ട് അതിന് പരിമിതികളുണ്ട്. അതാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എങ്കിലും 99% സാധനങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷേ ഇതൊരു വിശ്വാസം കൂടെ മുതലെടുത്ത് അറിയുന്ന ഒരാൾ ഒരു വിശ്വാസവഞ്ചന കാണിച്ചതിൻ്റെ ഭാഗമാണ് ഇങ്ങനെ സംഭവിച്ചത്. പിന്നെ അത്ര എളുപ്പം മനസ്സിലാക്കാൻ പറ്റാത്ത സാധനം ആയതുകൊണ്ട് തന്നെയാണ് മുത്തൂറ്റും ഇത് 1 വർഷത്തോളം ഇരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ മണപ്പുറത്തുണ്ടെന്ന് പറയുന്ന പണയൻ ഇപ്പോഴും അവിടെ സ്വർണ്ണമായിട്ട് തന്നെ അവിടെ ഇരിപ്പുണ്ടായിരിക്കുമെന്ന് ഞാൻ അനുമാനിക്കുന്നു. ഈ കൊടൈക്കനാലിൽ വെച്ചാണ് പിടിക്കുന്നത് അല്ലേ? കൊടൈക്കനാൽ ഉള്ളതായിട്ട് പോലീസുകാരുടെ ആത്മാർത്ഥമായ സേവനം എനിക്ക് ലഭിച്ചു. അതുകൊണ്ടാണ് ഇത് എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയത്. ലോക്കലിൽ അന്വേഷിച്ചപ്പം എൻ്റെ സ്വന്തമായി ഞാൻ അന്വേഷിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് ചെന്നൈയിലുണ്ടെന്ന് എനിക്ക് രൂപം കിട്ടിയായിരുന്നു. എനിക്ക് കിട്ടിയ എല്ലാ അറിവുകളും പരിചയങ്ങളും എല്ലാം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഷെയർ ചെയ്തിരുന്നു. അവിടെയുള്ള CI ആയാലും SI ആയാലും കോൺസ്റ്റബിൾസ് എല്ലാ പോലീസുകാരും ഇതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഇതിനെ പിടിക്കാനായിട്ട് സൈബർ സെല്ലിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ നേടി. അവർ ചെന്നൈയിലാണ് ഇവൻ്റെ ലൊക്കേഷൻ എപ്പോഴും കാണിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം കൊടൈക്കനാലിൽ വന്നപ്പം ഏതായാലും 6 മണിക്കൂർ ദൂരമല്ലേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ പോയേക്കാം, ചെന്നൈ വരെ പോകുന്നതിനേക്കാൾ എളുപ്പമുണ്ടല്ലോ എന്നോർത്ത് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് തന്നെ അവരോടൊപ്പം ഞാനും കൂടി ജോയിൻ ചെയ്ത് അങ്ങനെ പോവുകയാണ്. ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കൂടിയാണ്. അതെ, ആളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനിടെ ഞാനിവിടെ പോയാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആൾ മാറി വന്നിട്ട് കാര്യമില്ലല്ലോ. അയാൾ എന്തെടുക്കുമായിരുന്നു അവിടെ? അയാൾ മറ്റേതോ ഫാമിലിയുടെ കൂടെ ഒന്നിച്ച് അവിടെ സൈറ്റ് സീനൊക്കെ ആയിട്ട് വന്നിട്ട് കാറിനകത്ത് ഇരിക്കുകയായിരുന്നു. അങ്ങനെ അവിടുത്തെ ഒരു പോലീസുകാരൻ്റെ സേവനം കൂടെ നമ്മൾ പോലീസുകാരെ എടുത്തിരുന്നു. ഞാൻ മാറി നിൽക്കുകയായിരുന്നു. കാരണം എന്നെ കണ്ടാൽ അറിയാമല്ലോ, കണ്ടാൽ ചോടിപ്പോരുതല്ലോ. അതുകൊണ്ട് പോലീസുകാർ തന്നെയാണ് കണ്ടെത്തിയത്. ഇതുപോലെ സമാനമായിട്ട് ഇതുപോലെ എവിടെയെങ്കിലും തട്ടിപ്പ് നടത്തിയോ സാമ്പത്തിക ക്രമക്കേട് നടത്തിയോ അവനും അറിയാമോ? അദ്ദേഹത്തിന് ഞാൻ അന്വേഷിച്ചപ്പെടുത്ത ഒരുപാട് സാമ്പത്തിക ക്രമക്കേടുകൾ ഒത്തിരി സ്ഥലത്ത് നടത്തിയിട്ടുണ്ട്. എല്ലാം മരിച്ചു എന്നും പറഞ്ഞ് മുങ്ങി. അദ്ദേഹം ഒരു വീട് ഒറ്റയ്ക്ക് കൊടുത്തിട്ട് 5 ലക്ഷം രൂപ കൊടുക്കാനുള്ള ഒരു പ്രിൻസി എന്നും പറഞ്ഞ് വടക്കൻ കേരളത്തിൽ നിന്ന് വന്ന് ഇദ്ദേഹത്തിന് വീട് ഒറ്റയ്ക്ക് എടുത്തിട്ട് ഒരു 5 ലക്ഷം രൂപ കൊടുത്തിട്ട് തിരികെ കൊടുക്കാതെ 2 മാസത്തേക്ക് എടുത്ത വീടായിരുന്നു. പൈസ കൊടുക്കാതെ അവർ വീട് വിട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അല്ലാതെ നിരവധി പേർക്ക് ഇവിടെ പൈസ കൊടുക്കാനുള്ളതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊരു ബിൽഡറായിരുന്നു. വീട് പണിത് വിൽക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സകലമാന കടകളിലും മെറ്റീരിയൽ വാങ്ങിയ രീതിയിലും പൈസ കൊടുക്കാനുണ്ട്. വാങ്ങിയ സാധനങ്ങളിൽ തട്ടും പലകയൊക്കെ പോലും ഇദ്ദേഹം തിരിച്ചു കൊടുക്കാതെ വിറ്റതായിട്ട് പോലും ഞാൻ കേട്ടിട്ടുണ്ട്. എത്രമാത്രം വസ്തുണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും മരിച്ചതെന്ന് ഈ മേഖലയൊക്കെ വിശ്വസിച്ചിരുന്ന ആള് നിങ്ങൾ കണ്ടെത്തിയില്ലേ? അതെ, കണ്ടെത്തി. ഇനിയിപ്പോൾ സയൻറ്റിഫിക്കായിട്ട് പരിശോധിക്കണം. ഇദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്ന പ്രേതമാണോ ഒറിജിനൽ ആളാണോ എന്ന് എനിക്ക് തന്നെ ഇപ്പം പരിശോധിക്കേണ്ടതായിട്ട് വരും. കാരണം മരിച്ചു എന്ന് ഈ ലോകത്തിരിക്കുന്ന എല്ലാവരും വിശ്വസിക്കുന്നു. നമ്മൾ ഇദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് ഉറച്ച് വിശ്വസിച്ച് ഇതിൻ്റെ പുറകെ മെനക്കെട്ട് നടന്നുകൊണ്ട് മാത്രമാണ് ഇത് കണ്ടെത്താനായിട്ട് പറ്റിയത്. പോലീസുകാരുടെ 100% സഹകരണം ഇതിനു വേണ്ടി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കൂടെ ഞാൻ അവരെല്ലാം അപ്രീഷിയേറ്റോട് ചെയ്യുകയാണ്. ഇതുപോലെ തട്ടിപ്പിനിരയായ ആളുകളൊക്കെ വിളിച്ചിരുന്നത് ഇങ്ങനെ തട്ടിപ്പിനിരയായ ആൾക്കാർ എല്ലാവരും ഞാനൊരു അസോസിയേഷൻ്റെ ജില്ലാ ട്രഷറും സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അപ്പം എൻ്റെ അടുത്ത് എനിക്കിപ്പോൾ 5 സ്ഥാപനമുണ്ട്. ഇവിടെ കുമാരനെല്ലൂരുണ്ട്, കുറിച്ചിയിലുണ്ട്, ചങ്ങനാശ്ശേരിയിലുണ്ട്, പനമ്പാലത്തുണ്ട്, വാരിശ്ശേരിയിലുണ്ട്. എല്ലായിടത്തും ഇതുപോലെയൊക്കെയുള്ള ട്രയലുകളൊക്കെ വരാറുണ്ട്. പക്ഷേ ഞങ്ങളെല്ലാവരും ട്രെയിൻഡാണ്. വരുന്നതെല്ലാം ഞങ്ങൾ പിടിക്കാറുണ്ട്. പക്ഷേ എങ്കിലും ഒറ്റപ്പെട്ട രീതിയിൽ വഴുതി പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരെണ്ണം സംഭവിച്ചെന്ന് കൂട്ടാം. നിരവധി 3-4 കേസുകളൊക്കെ എനിക്ക് ഓൾറെഡി അവിടെ ഇപ്പം മെഡിക്കൽ കോളേജും മറ്റ് സ്റ്റേഷനിലൊക്കെ ഉണ്ട്. ഇത് ആവർത്തിക്കപ്പെടുന്ന ഞങ്ങളെപ്പോഴും പിടിച്ചു കഴിഞ്ഞാൽ വിടുന്ന സ്വഭാവമില്ല. അത് കേസെടുക്കുകയും മുമ്പോട്ട് പോവുകയും ഞങ്ങൾക്ക് അതിനുള്ള നഷ്ടപരിഹാരത്തിന് വേണ്ട ഞങ്ങളുടെ അസോസിയേഷൻ ഭാരവാഹികൾ നേതാക്കളൊക്കെ ഇതിന് ഇൻഷുറൻസ് കമ്പനിയായിട്ട് ടൈപ്പായിട്ട് സംസാരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട കോമ്പൻസേഷൻ കിട്ടുന്നതിന് വേണ്ട ഇൻഷുറൻസ് പോളിസികൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അതിൻ്റെ പ്രീമിയങ്ങളൊക്കെ അടയ്ക്കുന്നതാണ്. അതുകൊണ്ട് സാമ്പത്തിക നഷ്ടങ്ങൾ സ്ഥാപനത്തിന് പൊതുവെ അസോസിയേഷൻ്റെ മെമ്പേഴ്സായിട്ടുള്ളവർക്ക് ഉണ്ടാകാറില്ല. നേരെ നടപടികൾ എടുത്താൽ ഉണ്ടായിരുന്ന പോലീസ് സ്റ്റേഷൻ കോടതി ഇങ്ങനെയൊക്കെ കയറി ഇറങ്ങേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതേ ഉള്ളൂ. പക്ഷേ അത് അങ്ങനെ എടുത്തില്ലെങ്കിൽ ഈ തട്ടിപ്പ് സംഘങ്ങൾ കൂടുതൽ താഴ്ച വളരാനുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ കേസ് വരുമ്പോഴും നമ്മൾ നടപടിയെടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് ഞാനും എൻ്റെ സഹപ്രവർത്തകരോടും ആവശ്യപ്പെടാറുണ്ട്.
അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ കുറഞ്ഞ വിലയിൽ ഈ സ്വർണം ഇത് കളിപ്പിക്കുന്ന സ്വർണം വിൽക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു അന്വേഷണമൊക്കെ വേണ്ടി. അതെ, അങ്ങനെയുള്ള നമ്മുടെ ഓരോ കേസും പിടിക്കുമ്പോഴത്തേക്കും നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇതിൻ്റെ കഥ ചെന്നെത്തുന്നത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന ചില റാക്കറ്റുണ്ട്. ഒരു 5000 രൂപയുടെ സ്വർണം ഇട്ട് പണിത് ഒരു 15000 രൂപയ്ക്ക് ഒരു വള 10 ഗ്രാമിൻ്റെ വള തീർത്ത് 5000 രൂപയ്ക്ക് പണി തീർത്ത് 15000 രൂപയ്ക്ക് വിൽക്കും. എന്നിട്ട് ആ 15000 രൂപ കൊണ്ട് കിട്ടുന്ന ഒരു 10 ഗ്രാം വള കൊണ്ട് വെച്ചാൽ 50 60 ഒക്കെ ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടും. ഇങ്ങനെയുള്ള സ്വർണം കൊണ്ടുപോയി പെട്ടെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഇലക്ട്രോണിക് മെഷീനൊക്കെ 10-15 ലക്ഷം രൂപ വിലയുള്ളതൊക്കെ വാങ്ങിയൊരു ഫിനാൻസ് സ്ഥാപനം ഉപയോഗിക്കുന്നത് സാധാരണ മുതലാകില്ല. അപ്പം സാധാരണ രീതിയിലുള്ള പരിശോധനകൾ ആസിഡ് ടെസ്റ്റിങ്ങിനൊക്കെയാണ് ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നടക്കാറ്. അതിൽ അല്പം ശ്രദ്ധ കുറവ് വന്നാൽ ഇങ്ങനെയുള്ളത് കണ്ടുപിടിക്കാൻ പാടുവരും. അങ്ങനെ ഒരു സ്ഥാപനം ഹാൾമാർക്കഡ് പരിശോധന നടത്തുന്ന സ്ഥാപനത്തിൽ വന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇത് ബുക്ക് കൊണ്ടുവന്ന് മനസ്സിലായത്. അതെ, ഇവിടെ എനിക്ക് ഇത് സംശയം തോന്നി. വളരെ നിരവധി തവണ വരച്ച് റബ്ബ് ചെയ്തൊക്കെ നോക്കി പല കെമിക്കൽ ടെസ്റ്റൊക്കെ ചെയ്തപ്പോഴത്തെ ഒരു ശകലം സംശയത്തിൻ്റെ സാഹചര്യം തോന്നി. പിന്നെ ഞാൻ ഒന്നുകൂടെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഹാൾ മാർക്കിംഗ് സെൻറ്ററിൽ കൊണ്ടുപോയി പരിശോധിച്ച് ഉറപ്പ് വരുത്തി അതിനുശേഷമാണ് ഞാൻ പോലീസിൽ പരാതി കൊടുത്തത്. കാരണം നമ്മൾ പരാതി കൊടുക്കുമ്പോഴത്തേക്ക് അത് മുക്കോണം തന്നെ ആയിരിക്കണമല്ലോ. അങ്ങനെ പരാതി കൊടുത്ത് മുമ്പോട്ട് പോവുകയായിരുന്നു. സുബി എന്ന പേരിൽ കോട്ടയം കുമാരനല്ലൂർ പ്രദേശത്ത് വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് ഇയാൾ നിരവധി ആളുകളിൽ നിന്നാണ് തട്ടിപ്പ് നടത്തിയത്. ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് കരുതി മരണവാർത്തയൊക്കെ സൃഷ്ടിച്ച് ചെന്നൈയിൽ മുങ്ങി നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ സ്ഥാപന ഉടമ കൂടി സമ്മർദ്ദം ചെലുത്തി പോലീസിനെ കൊണ്ട് ഈ കേസ് തെളിയിക്കുന്നത്. വലിയൊരു ദുരൂഹതയാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. നിരവധി ആളുകളിൽ നിന്ന് ഇയാൾ പണം തട്ടിയെടുത്തതായുള്ള പരാതികളുമൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. ഏതായാലും ഈ സംഭവത്തിന്റെ ദുരൂഹത ഈ കേസോടുകൂടി അഴിഞ്ഞിരിക്കുകയാണ്. ഇയാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലായതോടെ നാട്ടുകാർക്കൊക്കെ വലിയ ആശ്വാസവും ആയിരിക്കുകയാണ്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.